ഒഡീഷയിൽ മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം കെ.വി. സിംഗ് ഡിയോ, പ്രവിധി പരീദ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും. ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പസമയം മുമ്പ് ഭുവനേശ്വറിൽ എത്തി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിമിഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒപ്പം 23 വർഷത്തെ BJD ഭരണം അവസാനിക്കുകയും ചെയ്യുന്നു. രജനി, അല്പസമയത്തിനകം തന്നെ ഒഡീഷയിൽ ചരൺ മാജി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. രജനി സൂചിപ്പിച്ചതുപോലെ അവിടെ നവീൻ പട്നായിക്കിന്റെ വർഷങ്ങൾ നീണ്ട ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് BJP ഇത്തവണ ഭരണം നേടിയിട്ടുള്ളത്. അതും 147 അംഗ നിയമസഭയിൽ 78 സീറ്റുകളുടെ മികച്ച ഭൂരിപക്ഷത്തിലാണ് BJPയുടെ ഭരണം. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള നിയമകക്ഷി യോഗത്തിലാണ് BJPയുടെ പ്രമുഖ നേതാവും ഒപ്പം ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള മുഖവുമായിട്ടുള്ള മോഹൻ ചരൺ മാജിയെ നിയമസഭാ കക്ഷി നേതാവായി, അതായത് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവിടെ നിരീക്ഷകരായി BJPയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനെയായിരുന്നു നിയമിച്ചിരുന്നത്. അവിടെ നടന്ന ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാജിയുടെ പേര് നിർദ്ദേശിച്ചത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. രാവിലെ ആന്ധ്രാപ്രദേശ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഒഡീഷയിൽ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് എത്തിയിട്ടുള്ളത്. കെ.വി. സിംഗ് ദേവും ഒപ്പം പ്രവിധി പരീദയും ഉപമുഖ്യമന്ത്രിമാരാകുന്ന മന്ത്രിസഭയാണ്, സർക്കാരാണ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. രജനി, തീർച്ചയായിട്ടും എന്തായാലും ഒരു മാറ്റം, പുതുമോടിയോടുള്ള ഒരു മാറ്റം തന്നെയാണ് ഒഡീഷയിൽ നടക്കാൻ പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ജിഷ്ണു, പ്രത്യേകിച്ച് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ മോഹൻ ചരൺ മാജി. നമുക്കറിയാം, കഴിഞ്ഞ NDA സർക്കാരിൻ്റെ കാലത്തായിരുന്നാലും കൃത്യമായിട്ട് നിലപാടുകളുള്ള അല്ലെങ്കിൽ ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ പ്രധാന ദൗത്യത്തിൽ ഒന്ന് എന്ന് പറയുന്നത്. അതിവിടെ ഒഡീഷയിലും നിറവേറ്റിയിരിക്കുകയാണ്. വൻ വിജയത്തോടുകൂടി തന്നെയായിരുന്നു മോഹൻ ചരൺ മാജിയുടെ സർക്കാർ അധികാരത്തിലേറാൻ പോകുന്നതെന്നതും ശ്രദ്ധേയം തന്നെയല്ലേ? കൃത്യമായ പ്രാതിനിധ്യം നൽകുക എന്ന നയം നരേന്ദ്രമോദി സർക്കാർ, അതോടൊപ്പം തന്നെ BJPയും വളരെ കൃത്യമായി തന്നെ നടപ്പാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാവുന്നതാണ്. അത് ഓരോ ചുമതലകൾ നൽകുന്നതാണെങ്കിലും, ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനമാണെങ്കിലും അല്ല, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് BJP നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോഴും എല്ലാം അത്തരം നയം നടപ്പാക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒഡീഷയിലും വളരെ കൃത്യമായി മോഹൻ ചരൺ മാജി, അദ്ദേഹം ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് എന്നതിനപ്പുറത്തേക്ക് BJPയുടെ ഒഡീഷയിലെ ശക്തമായ മുഖമാണ്. കഴിഞ്ഞ 4 ടേമായി അവിടെ MLA ആയി വിജയിച്ചു വരുന്ന ആളാണ്. കൃത്യമായ ജനപിന്തുണയും പാർട്ടിക്കുള്ളിൽ ശക്തമായ നേതാവുമാണ് മോഹൻ ചരൺ മാജി. ചർച്ചകൾ ഈ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഒഡീഷയിലെ നേതാക്കൾ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള നിയമസഭാ കക്ഷി യോഗത്തിലും മോഹൻ ചരൺ മാജിയുടെ പേര് ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം നടക്കുന്ന ചടങ്ങിൽ, ഭുവനേശ്വരിൽ നടക്കുന്ന ചടങ്ങിൽ മോഹൻ ചരൺ മാജി ഒഡീഷയുടെ BJPയിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കും. ഒഡീഷ നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ഏടായി അത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് സാക്ഷ്യം വഹിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. രജനി, ചരിത്ര നിമിഷത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ ഒഡീഷ കടക്കും. മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടായിട്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ഭുവനേശ്വറിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.